എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേക്കൻസി ഉള്ള സീറ്റുകളിലേക്കും അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് കോഴ്സുകളിലേക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 3 മണി വരെ LBS വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകാവുന്നതും അവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് അവിടെ രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. നിലവിൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് NOC വേണ്ട. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളത് എങ്കിൽ കോളേജിൽ നിന്നുള്ള NOC വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രമേ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താവൂ. അതുപോലെ തന്നെ നേരത്തെ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ചില കോളേജുകൾ LBS വെബ്സൈറ്റ് വഴി തന്നെ ഈ ഒരു NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൻ്റെ കോഡ് കൂടി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും NOC അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിലവിൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് NOCയുടെ ആവശ്യമില്ല. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിലവിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് മറ്റൊരു കോഴ്സിലേക്ക് മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പിന്നീട് പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ മാത്രം ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ വേക്കൻസീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി ഫോർ ദ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിവിധ കോളേജുകളിൽ വിവിധ കോഴ്സുകൾക്ക് വേക്കൻസി കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ചാര നിറത്തിൽ ഇവിടെ നിങ്ങൾക്ക് അതായത് ഒരു ചാര കളറിൽ അതായത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് കാണാം. അത് ഗവൺമെൻറ് കോളേജാണ്. അതുപോലെ തന്നെ ഇവിടെ ഹൈലൈറ്റ് ഒന്നും ചെയ്യാത്തത് സെൽഫ് ഫിനാൻസ് കോളേജും അതുപോലെ തന്നെ ഇവിടെ ഏകദേശം ഒരു ചന്ദന കളറിൽ ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് കോഴ്സുകളുടെ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഇതിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോഴ്സുകളും അതുപോലെ തന്നെ കോളേജുകളും മാത്രം ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തുക. കാരണം ഇത് ഏകദേശം അവസാനഘട്ട അലോട്ട്മെൻ്റ് ആണ്. ഇതിന് ശേഷം ഇനിയൊരു സ്പോട്ട് അലോട്ട്മെൻറ്റ് മാത്രമാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ മാത്രം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് വൈകുന്നേരം 3 മണി വരെയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രിയോടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ മാത്രം ഓപ്ഷൻസായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഇഷ്ടപ്പെട്ട കോളേജ് മാത്രം നൽകണം എന്ന് പറയാൻ കാരണം പല വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റിനായിട്ട് വെറുതെ ഓപ്ഷൻസ് കൊടുക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം ആ ഒരു കോളേജ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് പറയാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ മാത്രം ഓപ്ഷൻസായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. താല്പര്യമില്ലാത്ത കോളേജോ കോഴ്സുകളോ ഓപ്ഷൻസായിട്ട് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം 3 മണി വരെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യാനും അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം ക്രമീകരിക്കുന്നതിനുമുള്ള സൗകര്യം ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.